ഈ കണക്ക് പോവാണെന്ന് എന്റെ ചങ്ങൈമാരെ മുട്ടായി കൊടുത്ത് ഞാൻ മുട്ടായി തിന്ന് ഇരിക്കേണ്ടി വരും. ഇതിപ്പോ ഓരോ ആഴ്ചയിലും ഓരോ ബൊക്കെയായിട്ട് ഇറങ്ങേണ്ട അവസ്ഥ ഇപ്പൊ. നമ്മൾ നേരെ പോയിക്കാണ് എൻഗേജ്മെന്റിന് മുറിച്ചുള്ള കേക്കും കൊടുത്തു. വേറെ ട്വിസ്റ്റ് ഉണ്ട്, ഇന്നാണ് പുതിയണ്ണിന്റെ ബർത്ത്ഡേ. അഫ്താബൊക്കെ ഹനുമാൻ മരത്തമല കൊണ്ടുപോണ നാക്കിനാണ് കേക്ക് കൊണ്ടുപോണത്. കല്ലും തൂക്കിപ്പോയിടുന്നോൻ ടാറ്റ കാണുന്നതാണ് പുതിയാപ്പളിന്റെ ഏക അന്ത്രോൻ. ഇനി പുതിയാപ്പിള ആരാന്ന് പറയണ്ടത്? ഇതാക്കണി തലയിൽ ഐസ്ക്രീം ഇട്ട് പതപ്പിക്കണവനാണ് നമ്മളെ പുതിയാപ്പിള, നമ്മളെ പോളണ്ട് ഡാനിഷ്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ നോക്കി നിന്നു, ബാൻ പോയി പെണ്ണിട്ടാൻ നോക്കി പൊട്ട. എന്തായാലും ഇതൊക്കെ കാട്ടിന് കാണുമ്പോൾ പുതിയാപ്പിള ആവാൻ ഒരു പൂതിയാണ്. പക്ഷെ പൂതി മാത്രമല്ല കേട്ടോ, കായില്ല. അതാക്കണ കൂട്ടത്തിൽ ആദ്യം പെണ്ണിട്ട് തെളിഞ്ഞ് ഇവന്റെ മൂത്താപ്പ കളിയെ കരഞ്ഞ് മൊത്തത്തിൽ. എത്ര അഫ്താബൊക്കെ ഇത് മരിച്ചോടത്തേക്കാണ് നോക്കിക്കണത്. പൂതിച്ചിട്ട് കാര്യമില്ലേ, പെണ്ണ് വേണം അഫ്താബെ. ഞാൻ ആ ടൈം ഗ്യാപ്പ് പോയിക്കാണ്ട് മേലെ പോയി അസറാണ് നിസ്കരിച്ച്. അങ്ങനെ മുട്ടായൊക്കെ നിരത്തിച്ച് ചെക്കൻ എല്ലാവരോടും ബായും പറഞ്ഞിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ വണ്ടിയിലേന് കേക്ക് ട്രാഫിക് സിനിമയിൽ ശ്രീനിവാസൻ ഹൃദയം കൊണ്ടോണമാരാണ് നമ്മള് കേക്ക് കൊണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പരിപാടിന് സ്ഥലത്തെത്തി. നമ്മളിതൊക്കെ പാടെ നോക്കിക്കാണ് 1 ഡേ എന്ന് പറയാന്നല്ലാതെ നമുക്ക് അതിനുള്ള യോഗം ഒന്നും നിലവിലില്ല. അങ്ങനെ പോളണ്ട് ഡാൻസ് എന്ന പുതിയാപ്പിള കാർന്ന് ഇറങ്ങിക്കാണ്. ഞങ്ങൾ തന്നെ വട്ടത്തിലിട്ട് കുറച്ചു നേരം നിന്ന് നോക്കി നിന്ന്. അസീമയുടെ വന്നിറങ്ങിയില്ല. അപ്പോത്തിന് മൂത്താപ്പാന്റെ റോളൊക്കെ ഏറ്റെടുത്തേക്കും. ഷിബിലിബിന്റെ ട്രോളൊക്കെ പാടെ കണ്ടപ്പോത്തിന് ദുബായി പോവാന്ന് വിചാരിച്ചാണ് അതും തള്ളിപ്പിടിച്ച് വരുന്നത്. അങ്ങനെ ഒടുവിൽ ആ നിമിഷം വന്നെത്തി. ഡാനിഷിനെ പ്രിയതമയാവാൻ പോകുന്ന കൊച്ചു വന്നു. ഡാനിഷ് ആ ബൊക്കയും കൊടുത്തു. എന്താലേ ഇതിപ്പോ കൊറേ ആയി ഓരോരുത്തർക്ക് കഴിയണു. പറഞ്ഞിട്ടെന്താ ഞമ്മക്ക് യോഗല്ല. അവിടെ മാസ്ക് ഇട്ട് നടന്നിട്ടൊരു കുട്ടിയോട് മാസ്ക് ഊരാൻ പറഞ്ഞത്. അതിന്റെ മുഖഭാവാണെങ്കിൽ ഇജ്ജ് ഏതടാ ഇറങ്ങി പോടാന്നുള്ളൊരു മൈൻഡും. കുറച്ച് റൊമാൻറ്റിക്കായി ഏസ്തറ്റിക്കായി ചിരിച്ചാൻ പറഞ്ഞത്. ഡാനിഷും പെണ്ണും വളരെ വിരകിന് ചിരിച്ചു. ഡാനിഷിനോട് പെണ്ണിന് ഇഷ്ടമായി പറഞ്ഞപ്പോ ഡബിൾ ഹാപ്പി. പെൺകുട്ടിനോട് ചെക്കൻ ഇഷ്ടമായി വെച്ചപ്പോൾ ഓള് മുഖം കൊണ്ട് ബൊക്കാണ് ബൊക്കൊണ്ട് മുഖാണ് മറിച്ചു. ഒക്കെ നാണം വന്നിട്ടുണ്ടാവും. ഓൾക്ക് നാണം വരാതൊക്കെ എന്തേലും ആവട്ടെ. നമുക്ക് ഇതൊക്കെ പാടെ തിന്നാണ് തീർക്കുക. അല്ല പിന്നെ എവിടെയും കൊണ്ട് തീർക്കേണ്ട ഈ ദേശമൊക്കെ. തിന്ന് കഴിഞ്ഞ് വന്നപ്പോ തന്നെ കേക്കാണ് മുറിച്ച്. കേക്ക് മുറിച്ചപ്പോ തന്നെ ഇവനാണ് ആറ്റുനോറ്റ് പെണ്ണിട്ടിയമാതിരി കാട്ടിക്കൂട്ടല്. തൊട്ടപ്പുറത്ത് കുട്ടികളാണെങ്കിൽ ചക്കന്നുമാരിയാ കേൾക്കുന്നത്. ഒരു ചെറിയ കിളുന്ത് ചെക്കനെ തടഞ്ഞു നിർത്തിക്കാരൻ അണ്ണാക്കും തുറന്നു നോക്കിയത്. മറ്റേ സിമെന്റ് വണ്ടിയിൽ സിമെന്റ് കുഴക്കണ മാതിരി 1.5 കിലോ കേക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്ന് മസാല മാതിരി കുഴക്കും. ഞാൻ പിന്നെ ഓരിക്കാൻ ബെസ്റ്റ് അതിന് മുറിച്ച് എല്ലാവർക്കും കേക്കാണ് ഓരിച്ച്. ഏതായാലും പരിപാടി സൂപ്പർ ആയി കഴിഞ്ഞാൽ നമ്മള് പരി പോയിട്ടാ. സോ ദാറ്റ്സ് ഫോർ ടുഡേ. എന്താ പറ്റിയ എല്ലാവരും ഫോളോ ചെയ്യാ.